വിശ്വമാനവികതയുടെ ഉദാത്തമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളമെമ്പാടും സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാഹോദര്യത്തിൻ്റെ മഹാപ്രവാഹം ഒഴുക്കിക്കൊണ്ടാണ് അഭിവന്ദ്യനായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്തലിയാർ, ഞങ്ങളെല്ലാം ഏറെ ആദരവോടുകൂടി ഉസ്താദ് എന്ന് വിളിക്കുന്ന ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ പത്തനംതിട്ടയിലേക്ക് കടന്നു വന്നത്. ഞങ്ങളെല്ലാം ഏറെ അഭിമാനത്തോടെ, സന്തോഷത്തോടെയാണ് ഉസ്താദിനെ വരവേൽക്കുന്നത്. കേരളീയ സമൂഹത്തിൽ എന്നും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഉദാത്തമായ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉസ്താദ് കേരളീയ സമൂഹത്തിലെ ഏറ്റവും ആദരണീയമായ വ്യക്തിത്വമായി ഉയർന്നു നിൽക്കുന്നത്. ഉസ്താദിൻ്റെ സ്നേഹം കമ്പാർട്ട്മെൻറ്റുകളായിട്ടല്ല, അത് പരിധിയില്ലാതെ കവിഞ്ഞ് ഒഴുകുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ കമ്പാർട്ട്മെൻറ്റുകളായി വേർതിരിക്കാനും അവരിലെ ജാതിയും മതവും തിരിച്ച് അവരെ വേറിട്ട് കാണാനും അവരുടെ മേൽ നിരന്തരമായ പീഡനങ്ങൾ അഴിച്ചുവിടാനുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആളുകളുള്ളപ്പോൾ അതിനെല്ലാം അപവാദമായി എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരോടും സ്നേഹപൂർണമായി ഇടപെട്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഒരുപോലെ കരുതലോടെ മുന്നോട്ട് പോകുന്ന ഉസ്താദ് കേരളീയ സമൂഹത്തിൽ, കേരള ജനതയ്ക്കാകെ അഭിമാനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ ആമുഖപ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു, നിമിഷപ്രയ എന്ന് പറയുന്ന ഒരു സഹോദരി ജീവിതം അവസാനിപ്പിക്കേണ്ട, അവരുടെ ശിക്ഷാവിധി നടപ്പാക്കേണ്ടതിൻ്റെ തലേ ദിവസമാണ് ഉസ്താദ് ആ പ്രശ്നത്തിൽ ഇടപെടുന്നത്. ഗൾഫിലെ ഭരണാധികാരി വർഗവുമായി ഉസ്താദിനുള്ള ആത്മബന്ധം, ആ ആത്മബന്ധം ഈ കേരള സമൂഹത്തിന് വേണ്ടിയാണ് ഉസ്താദ് എപ്പോഴും വിനിയോഗിക്കുന്നത്. അങ്ങനെയാണ് ഉസ്താദിൻ്റെ ഒരു കോള് ചെന്നപ്പോൾ ആ നടപടിക്രമം അവിടെ നിർത്തിവെച്ചു. പുറത്തേക്കുള്ള മോചനത്തിൻ്റെ പാതയിൽ ആ സഹോദരി ഇന്ന് നിൽക്കുകയാണ്. ആ സഹോദരിയുടെ മതമേതെന്നോ ആ സഹോദരിയുടെ ജാതി ഏതെന്നോ ഉസ്താദ് നോക്കിയില്ല. ഒരു മനുഷ്യൻ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഉസ്താദ് ആ സംഭവത്തെ കണ്ടത്. കേരളത്തിലെ ജനസംഖ്യയുടെ നല്ലൊരു ശതമാനം ഇന്ന് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫിൽ നിന്ന് പണിയെടുക്കുന്ന, അധ്വാനിച്ച് ജീവിത വിജയം നേടുന്ന ലക്ഷക്കണക്കായ ജനങ്ങൾ, ആ ജനങ്ങൾ അവരുടെ ജീവിത വിജയം ഈ നാടുമായി പങ്കുവെക്കുന്നതാണ് ഇന്ന് ഈ കേരള സമൂഹത്തിൽ കാണുന്ന സാമ്പത്തികമായ ഐശ്വര്യം, അഭിവൃദ്ധി. സാമ്പത്തികത്തിൻ്റെ അടിത്തറ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലേക്ക് പ്രവാസി സമൂഹം അയച്ച പണത്തിൻ്റെ കണക്ക്. 1,20,000 കോടി ഉറുപ്പികയാണ് പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ നാട്ടിലേക്ക് അവർ പണമായി അയച്ചത്. പ്രവാസികൾക്ക് ഗൾഫ് സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ബഹുമാന്യത, അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഉസ്താദിന് കൂടി ലഭിക്കുന്ന സ്നേഹവും ആദരവുമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും സ്നേഹത്തോടെ, അഭിമാനത്തോടെ ഓർക്കുന്ന ഒന്നാണ്. എനിക്ക് വ്യക്തിപരമായി വളരെയേറെ കടപ്പാടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഉസ്താദ്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ഉസ്താദിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്നത്. എപ്പോഴും ആ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായി വലിയൊരു കടപ്പാട്, എൻ്റെ സ്നേഹം, എൻ്റെ ആദരവ്, ഈ പത്തനംതിട്ടയിലെ പൊതുസമൂഹത്തിൻ്റെ ആദരവ് അത് ഉസ്താദിനോടൊപ്പം ഉണ്ട് എന്നറിയിക്കാൻ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. വിശ്വമാനവികതയുടെ ഉദാത്തമായ സന്ദേശമാണ് ഉസ്താദ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്നറിയാം, നമ്മുടെ ഭരണഘടന അതിമനോഹരമായൊരു ഭരണഘടനയാണ്. ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിക്കും തുല്യമായി നീതിയും സമത്വവും സ്വാതന്ത്ര്യവും അവകാശവും വിശ്വാസ സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യമാണ്, ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ബഹുമാനിക്കാത്തവർ,
ആ ഭരണഘടന ചുട്ടുകരിക്കണമെന്നും മാറ്റി എഴുതണമെന്നും തിരുത്തി എഴുതണമെന്നും പറയുമ്പോൾ അതോട് ചേർന്ന് നിന്നുകൊണ്ട് നിസ്സഹായരായ നിരാലംബരായ ലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ നിരന്തരമായ അക്രമങ്ങൾ, പീഡനങ്ങൾ, എത്രയോ പാവപ്പെട്ട ആളുകളാണ് മരണത്തിനിരയായത്. ആളുകളുടെ വസ്ത്രം നോക്കി, ഭക്ഷണത്തിൻ്റെ രീതി നോക്കി അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് ഈ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സ്വാതന്ത്ര്യവും നീതിയും അവകാശങ്ങളും വിശ്വാസ സ്വാതന്ത്ര്യവും അത് നമ്മുടെ അവകാശമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടും സ്വാതന്ത്ര്യത്തോടും ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ഉസ്താദ് നടത്തുന്ന ഈ യാത്ര എല്ലാവർക്കും വേണ്ടിയുള്ള യാത്രയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഈ പൊതുസമൂഹത്തിൽ സമത്വവും സാഹോദര്യവും പരസ്പര വിശ്വാസവും സൗഹൃദവും പുലരണമെന്നും ഒരു കുടുംബം പോലെ ഈ സമൂഹം ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും അതിലൂടെ ഈ കൊച്ചു കേരളം, നമ്മുടെ രാജ്യം സമാധാനവും സന്തോഷവും നിറഞ്ഞു തുളുമ്പുന്ന മനുഷ്യർക്ക് ഏറ്റവും സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി ഈ മണ്ണ് മാറണമെന്നുള്ള ഉസ്താദിൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുന്ന ആ ആഗ്രഹമാണ് ഈ പ്രായത്തിൻ്റെ പരിമിതികളുണ്ടെങ്കിലും ഈ കേരളത്തിൻ്റെ പെരുമാറിലൂടെ ഇത്രയും മനോഹരമായ ഒരു ജാഥയുമായി ഉസ്താദ് കടന്നു വരുന്നത്. ഞങ്ങളെല്ലാം ആദരവോടെ ബഹുമാനത്തോടെ ഉസ്താദിനെ വരവേൽക്കുന്നു. ഉസ്താദ് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന വിശ്വമാനവികതയുടെ ഈ സന്ദേശം അതെല്ലാം ഹൃദയത്തിൽ ഞങ്ങളും ഏറ്റെടുക്കുന്നു. ഈ സന്ദേശം ഈ നാടിൻ്റെ സമത്വത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എല്ലാ മനുഷ്യരും ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരിടമായി നമ്മുടെ മണ്ണിനെ മാറ്റാനുള്ള യാത്രയുടെ തുടക്കമായി അതിനെ കാണുന്നു. ഉസ്താദിനോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഉസ്താദിനോടൊപ്പം ഇവിടെ കടന്നു വന്ന സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുൽ റഹ്മാൻ സഫാക്കി എന്നിവരോടും ജാഥ അംഗങ്ങളോടുള്ള പത്തനംതിട്ടയുടെ പൊതുസമൂഹത്തിൻ്റെ ആദരവറിയിച്ചുകൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.